കണ്ണൂർ സർവകലാശാലയിൽ PhD നേടാൻ ആദ്യമായി മേഴ്സി ചാൻസ്. 1 ലക്ഷം പിഴ അടച്ച് PhD ബിരുദം റെഡിയാക്കാനുള്ള പുതിയ വ്യവസ്ഥ. CPM നേതാവ് M. സ്വരാജിന്റെ ഭാര്യ സരിത മേനോന് 16 വർഷത്തിനു ശേഷം ഡോക്ടറേറ്റ് ലഭിച്ചു. സ്വരാജിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചട്ടങ്ങൾ മാറ്റിയതായി ആരോപണം. കോളേജ് അധ്യാപകരുടെ പ്രവേശന പ്രായം 50ആയി വർദ്ധിപ്പിച്ചത് സ്വരാജിന്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്ന ആരോപണം ശരിവെക്കുന്ന തെളിവുകൾ പുറത്തുവന്നു. സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ ഡോക്ടർമാരുൾപ്പെടെയുള്ളവരുടെ പ്രായപരിധി 40 വയസ്സായി തുടരവെ കോളേജ് യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ നിയമന പ്രായപരിധി 50ആയി ഉയർത്തിയത് CPM നേതാക്കന്മാരുടെ ഭാര്യമാരെ നിയമിക്കാനാണെന്ന ആരോപണം ശരിവെക്കുന്നതിന്റെ തെളിവുകളാണ് പുറത്തുവന്നത്. സ്പീക്കർ AM ഷംസീറിന്റെ ഭാര്യയ്ക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായി തുടരുന്നതിന് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി വിവാദത്തിൽ കുടുങ്ങിയ കണ്ണൂർ സർവകലാശാല തന്നെയാണ് ഇപ്പോൾ 1 ലക്ഷം രൂപ പിഴയടച്ചാൽ നിശ്ചിത ഗവേഷണ കാലാവധി കഴിഞ്ഞ ആർക്കും PhD നൽകാമെന്ന പുതിയ ഒരു വിവാദത്തിന് കൂടി തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ ആനുകൂല്യം താൽക്കാലികമാണെന്ന് മാത്രം. 2008-ൽ PhD ബിരുദം നേടുന്നതിന് കണ്ണൂർ സർവകലാശാലയിൽ ഗവേഷണത്തിന് രജിസ്റ്റർ ചെയ്ത CPM നേതാവ് M. സ്വരാജിന്റെ ഭാര്യ സരിത മേനോൻ നിശ്ചിത പിഴ അടച്ച് തിരക്കിട്ട് തയ്യാറാക്കിയ പ്രബന്ധം മൂല്യനിർണ്ണയം നടത്തിച്ച് 5 മാസത്തിനുള്ളിൽ PhD ബിരുദവും നേടി. കോളേജ് അധ്യാപക നിയമനത്തിന് നെറ്റ് യോഗ്യതയോ PhD ബിരുദമോ ആണ് മിനിമം യോഗ്യത. സ്വരാജിന്റെ ഭാര്യ സരിത മേനോൻ നെറ്റ് യോഗ്യത നേടിയിട്ടില്ല. 2001-ൽ കേരള സർവകലാശാലയിൽ നിന്ന് നേടിയ MBA ബിരുദം മാത്രമാണുള്ളത്. അതുകൊണ്ട് അധ്യാപക നിയമനത്തിന് PhD അനിവാര്യമാണ്. BA, BTech, LLB പരീക്ഷകൾ വർഷങ്ങളായി പാസ്സാകാത്തവർക്ക് വേണ്ടി സർവകലാശാലകൾ മേഴ്സി ചാൻസ് പരീക്ഷകൾ നടത്തുന്ന പതിവുണ്ട്. എന്നാൽ 1 ലക്ഷം രൂപ പിഴ ഈടാക്കി സർവകലാശാലയുടെ ഏറ്റവും ഉന്നതമായ ഗവേഷണ ബിരുദം നേടുന്നതിന് ഒരു സർവകലാശാല മേഴ്സി ചാൻസ് അനുവദിക്കുന്നത് ഇതാദ്യമായാണ്. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഉന്നത ബിരുദധാരികളായ പരിചയസമ്പന്നരായ അധ്യാപകർക്കും ശാസ്ത്രജ്ഞർക്കും സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ നിയമനത്തിന് അവസരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അധ്യാപകരുടെ നിയമന പ്രായപരിധി 50 വയസ്സായി ഉയർന്നതെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം. പ്രായപരിധി ഉയർത്തണമെന്ന നിർദ്ദേശം കണ്ണൂർ സർവകലാശാല മുൻ VC ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനാണ് സർക്കാരിന് നൽകിയത്. ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ ശുപാർശയുടെ കൂടി അടിസ്ഥാനത്തിൽ നിർദ്ദേശം സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. പ്രായപരിധി വർദ്ധിപ്പിച്ചുകൊണ്ട് 2023 ഏപ്രിലിൽ സർക്കാർ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ ഗവേഷണം നിർത്തിവെച്ചവർക്ക് 1 ലക്ഷം രൂപ ഫൈൻ അടച്ച് പ്രബന്ധം സമർപ്പിക്കാൻ മേഴ്സി ചാൻസ് അനുവദിക്കുമെന്ന ഒരു പുതിയ വ്യവസ്ഥ ജൂലൈ മാസം ചേർന്ന കണ്ണൂർ സിൻഡിക്കേറ്റ് നടപ്പാക്കുകയായിരുന്നു. പ്രസ്തുത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 2008-ൽ കണ്ണൂർ സർവകലാശാലയിൽ PhDക്ക് രജിസ്റ്റർ ചെയ്ത് ഗവേഷണം പാതി വഴിയിൽ ഉപേക്ഷിച്ച സ്വരാജിന്റെ ഭാര്യയ്ക്ക് മേഴ്സി ചാൻസിന്റെ ആനുകൂല്യം നൽകി തീസിസ് സ്വീകരിച്ചാണ് PhD ബിരുദം അവാർഡ് ചെയ്തത്. പ്രബന്ധം സമർപ്പിച്ച് 2 വർഷക്കാലം പിന്നിട്ടാലും മൂല്യനിർണ്ണയം പൂർത്തിയാകാത്ത യൂണിവേഴ്സിറ്റി സരിത മേനോൻ 2024 ജൂണിൽ സമർപ്പിച്ച പ്രബന്ധത്തിന്റെ മൂല്യനിർണ്ണയം 5 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുകയായിരുന്നു. 2008-ൽ കണ്ണൂർ SN കോളേജ് ഗവേഷണ കേന്ദ്രമാക്കിയാണ് സരിത ഗവേഷണത്തിന് രജിസ്റ്റർ ചെയ്തത്. സരിതയുടെ ഗൈഡ് ഡോക്ടർ മുകുന്ദ ദാസ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കോളേജിൽ നിന്നും വിരമിച്ചിരുന്നു. കണ്ണൂർ സർവകലാശാല മാനേജ്മെന്റ് സ്റ്റഡീസ് വകുപ്പ് പ്രൊഫസറെ പുതുതായി ഗൈഡായി നിയമിച്ചാണ് തിരക്കിട്ട് തീസിസ് സമർപ്പിച്ചത്. സരിത നായർക്ക് ഇപ്പോൾ 48 വയസ്സ് പ്രായമുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയുടെ പരിധിയിൽ താമസിക്കുന്ന സരിത കണ്ണൂർ സർവകലാശാലയിലായിരുന്നു PhDക്ക് രജിസ്റ്റർ ചെയ്തത്. നിയമവിരുദ്ധമായി സ്വരാജിന്റെ ഭാര്യ സരിത മേനോന് സർവകലാശാല നൽകിയ PhD ബിരുദം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി. കണ്ണൂർ സർവകലാശാല കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നൽകിയ PhD ബിരുദങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു.